വർക്കിനുള്ള തൃശ്ശൂർ നിന്നാണ് കേട്ടോ ഹൈക്രോസ് ഇസഡെക്സ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കൊരു 8 ഇയർ PPF, അതേപോലെ തന്നെ 2 ഇയർ ഡാമ്പിങ്, അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് അലോയ് പെയിന്റിങ്, അണ്ടർ ബോഡി കോട്ടിങ്, ഗ്രിൽ ചേഞ്ചിങ്, ഫുഡ് സ്റ്റെപ്പ് ആഡിങ്, അതേപോലെ റൂഫ് റെയില്, കൂളിംഗ് പേപ്പേഴ്സ്, ഇങ്ങനെ ഒരുപാട് വർക്ക് നമുക്ക് ഈ ഒരു വെഹിക്കിളിനകത്ത് പുതിയൊരു വീട്ടിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇന്ന് വർക്കിനായിട്ടുള്ളത് ഹൈക്രോസ് ഇസഡെക്സ് ആണ്. അപ്പൊ ഇസഡെക്സ് നമുക്ക് വരുന്നതുകൊണ്ടാണ് ഇസഡെക്സ് ആ ഒരു വേരിയന്റിലോട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു വെഹിക്കിളിനകത്ത് നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ചാൽ മെയിൻ വർക്ക് എന്ന് വെച്ചാൽ 8 ഇയർ പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം, അതായത് PPF നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ടുണ്ട്. അത് മാത്രമല്ല പിന്നെ നമുക്ക് ഗ്രിഡ് ചേഞ്ച് ചെയ്യാം. അപ്പൊ ഈ അഡാസുള്ള വണ്ടിക്കകത്ത് നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം ഗ്രിഡ് ചേഞ്ചിങ് വലിയൊരു പ്രോബ്ലം. അത് നമുക്ക് ചെയ്യാനായിട്ട് ബൈബാക്ക് വിൻഡോ അല്ലെങ്കിൽ ടൈപ്പ് 2 ഗ്രിഡ് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് വിങ്ങിയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഒരു 3 LED, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ലോഗോയും അതേപോലെ അഡാസ് നമുക്ക് എന്നതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ആ ഗ്രിഡ് വരുന്നത്. അതിന്റെയൊക്കെ വീഡിയോസ് ഒരുപാട് തീർന്നത്. അപ്പൊ അഡാസുള്ള വണ്ടിക്കകത്ത് ആദ്യം മേബാക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ വെഹിക്കിളിനകത്ത് മേബാക്ക്. അപ്പൊ ആ ഗ്രിഡ് ചെയ്യണം. അതേപോലെ തന്നെ 150 വാട്ട്സിന്റെ ഒരു ഫോഗ്ലാമ്പ് അപ്ഗ്രേഡ് ചെയ്യണം. പോരാതെ നമുക്ക് ഇതിനകത്ത് അലൂമിനിയം റൂഫ് റെയിൽ, കാർബറിന്റെ ഫുൾ ആന്റി ലെയർ, അതേപോലെ ഫുഡ് സ്റ്റെപ്പ്, അങ്ങനെ ഒരുപാട് വർക്ക് ഉണ്ട് ഈ ഒരു വെഹിക്കിളിലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കുകൾ ജസ്റ്റ് ഒന്ന് കാണാം. അത് ഹൈക്രോസ് ഉള്ള ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊരു 300 കിലോളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അവർ കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പൊ നമ്മള് ഒരു ടീം മെമ്പർ കയറിയപ്പോൾ പുള്ളിക്കാരൻ കയറിക്കാൻ തരുന്നുണ്ടോ, പുള്ളിക്കാരന് ശേഷം ഒരു 70 കിലോയ്ക്ക് മേളിലുണ്ട്. അപ്പോൾ കസ്റ്റമർ എല്ലാവരും ഇങ്ങനെ കയറി നിന്ന് ചെക്ക് ചെയ്ത് മാത്രം ഫുഡ് സ്റ്റെപ്പുകൾ എടുക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാമ്പ് കാര്യങ്ങൾ പ്രോപ്പർ ടൈറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലാമ്പ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്ത് മാത്രം എടുക്കണം. പിന്നെ നമ്മൾ ഇതിനകത്തിപ്പം ഫിലിം, അതായത് കാർവെയറിന്റെ ഫിലിം നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഓൾറെഡി ആർട്ടിക്കോളാണ് ഇതിനകത്ത് ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ, ആർട്ടിക്കോള്. അതേപോലെ തന്നെ സൈഡിൽ നമ്മൾ സ്മോക്ക് ലൈറ്റ് എന്ന് പറയുന്ന പേപ്പറാണ് ആഡ് ചെയ്യുന്നത്. അത് കാർവെയറിന്റെ തന്നെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു വിധമുള്ള സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിക്കിക്കകത്തുള്ള പാനൽസ് കാര്യങ്ങൾ റിമൂവ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ടെയിലാമ്പ് കാര്യങ്ങളെല്ലാം ഫുള്ള് റിമൂവ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു ടെയിലാമ്പ് റിമൂവ് ചെയ്യണം. കാര്യം നമുക്ക് PPF ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഫുള്ള് റിമൂവ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഡോർ ഹാൻഡിൽസ് ആവട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് റിമൂവ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഡാമ്പിങ് ചെയ്യാനായിട്ടുണ്ട്. 2 ലെയർ ഡാമ്പിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പോരാതെ ഇതിനകത്ത് JBLന്റെ സിസ്റ്റംസ് ആണ് ഇതിനകത്ത് വരുന്നത്. ബാക്കിൽ ഫുൾ റേഞ്ചും ഫ്രണ്ടിൽ മിഡ് ബാസും അതേപോലെ തന്നെ മിഡ് റേഞ്ചും ട്യൂട്ടറും കാര്യങ്ങളായിട്ടാണ് ഈ ഒരു സിസ്റ്റം വരുന്ന കേട്ടോ. ബാക്കിൽ ഒരു JBLന്റെ ഒരു സബ് വൂഫറും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അതിനകത്ത് പേപ്പർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൈഡ് പേപ്പറാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം ചിലർ വന്നിട്ട് നമുക്ക് ഫുൾ ആൻറ്റി ക്ലിയർ പറയുന്നവരുണ്ട് വണ്ടിക്കകത്ത്. അതായത് അവർക്ക് ചൂട് അകത്ത് കയറായിരുന്നാൽ മാത്രം മതി. മെയിനായിട്ട് നമ്മൾ വണ്ടിക്കകത്ത് പേപ്പർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ആൻറ്റി ക്ലിയർ മസ്റ്റ് ആയിട്ട് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വണ്ടിക്കുള്ളിൽ ചൂട് കയറുന്നത് ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂടെയാണ്. സൈഡ് ഗ്ലാസ്സിൽ നമ്മൾ കൂളിംഗ് പേപ്പർ ആഡ് ചെയ്തുകൊണ്ട് ചൂട് കുറയത്തില്ല. ഫ്രണ്ട് ഗ്ലാസ്സിൽ ബെസ്റ്റായിട്ട് നമ്മൾ കൂളിംഗ് പേപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള ബ്രാൻഡുകൾ യൂസ് ചെയ്ത് മാത്രം. അല്ലാതെ നമുക്ക് ലോക്കലായിട്ടുള്ള ബ്രാൻഡുകൾ വരുന്നത് അതൊരിക്കലും യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടീംസ് അങ്ങനെ PPF അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ബാലൻസ് ഉള്ള ടോപ്പ് മാത്രമാണ് PPFനായിട്ടുള്ള. അപ്പം ഇതിനകത്ത് ഇനി ബാക്കി ഒരുപാട് വർക്കുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഡാമ്പിങ് ചെയ്യണം കേട്ടോ. ഡോർ ഡാമ്പിങ് കാര്യങ്ങളൊക്കെ കൂടെ ചെയ്തു വരികയാണ്. പിന്നെ നമുക്ക് മാക്സിമം ഈ 2 വർക്ക് നമുക്കൊരു 1 വീക്ക് ഉണ്ട്. കാരണം വെച്ചാൽ PPF നമുക്കൊരു 3 ദിവസമാണെങ്കിലും നമുക്ക് അല്ലാതെ എക്സ്ട്രാ അക്സറീസ് ആയിട്ട് ഒരുപാട് വർക്കുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുവിധം. ആണ് നമ്മൾ ഇസഡെക്സിൽ വെക്കുന്ന പ്രൊജക്ടർ ഫോഗ് ലാമ്പ് ആണല്ലേ. ഇതിൻ്റെ ഒരു വലിപ്പവും സൈസൊക്കെ കണ്ടില്ല. അത് മാത്രമല്ല ബ്ലൂ ഐ ലെൻസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്റ്റോക്ക് കാണണ്ടേ. അപ്പോൾ ഇസഡെക്സ് ആണെങ്കിലും അതേപോലെ തന്നെ ഫോർച്യൂണർ ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ LC ലാൻഡ് ക്രൂയിസർ ആണെങ്കിലും ഈ ഒരു ഫോഗ് ലാമ്പാണ് കേട്ടോ ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. ടൊയോട്ട കൊടുക്കുന്ന ഫോഗ് ലാമ്പ് ഇതാണ് കണ്ടല്ലോ. ഇതിന് ഏകദേശം ഒരു 100 ഗ്രാം മാത്രമേ വെയിറ്റ് എടുത്തുള്ളൂ. പോരാത്തതിന് ഇതിനകത്ത് ഒരു ചെറിയൊരു ഡോട്ട് LED മാത്രമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. വെട്ടമെന്ന് പറയുന്ന സംഭവം ഇല്ല, അത് വേറൊരു കേസ്. പോരാത്തതിന് നമ്മൾ ഹൈക്രോസ് കാര്യങ്ങൾക്ക് വെട്ടമില്ല. ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഞാൻ വെട്ടം കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ നെക്സ്റ്റ് പാർട്ടായിരിക്കും. അപ്പോൾ ഈ ഫോഗ് ലാമ്പാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിനകത്ത് വയർ കട്ടിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഡിമ്മും ബ്രൈറ്റിനും വേണ്ടി സെപ്പറേറ്റ് വയറിംഗ് കിറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള റിലേ പോർഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കമ്പനി എന്നെ ഓൾറെഡി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ക്രൂ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ വയർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് മേബാക്ക് ഗ്രില്ല് കൂടെ ഇനി ആഡ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ MLF ഫ്ലോർ മാറ്റ്, അലൂമിനിയം റൂഫ് റെയിൽ, അതായത് നമ്മൾ സാധാ സ്റ്റിക്ക് ചെയ്യുന്നതല്ല, അലൂമിനിയം റൂഫ് റെയിൽ. നിങ്ങൾക്ക് പെൻഡെയർ അതേപോലെ തന്നെ ക്രോസ് ബാർ ഒക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൂഫ് റെയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ
അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് സ്ക്രൂ ആണ്, സ്ക്രൂ ചെയ്ത് ക്ലാമ്പിനകത്ത് ലോക്ക് ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നിൽക്കുന്നത്. ഡബിൾ സൈഡ് സ്റ്റിക്ക് ചെയ്യുന്നല്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് PPF ലാസ്റ്റ് പോർഷൻ ആണ് സൈഡ് മിറർ. അപ്പോൾ സൈഡ് മിറർ കാര്യങ്ങളോടെ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രിവെന്റോര് MLF ഫ്ലോർ മാറ്റും, അതേപോലെ തന്നെ നമുക്കിതാ ഈ ഒരു വർക്കും പിന്നെ ഡോർ ഡാമ്പിങ്ങും കൂടി മാത്രമാണ് കേട്ടോ ഈ വണ്ടിയിൽ. ഹൈക്രോസ് ഇസടെക്സയിൽ നമ്മളതിനെ MLF ഫ്ലോർ മാറ്റാണ് കേട്ടോ. ഇത് നമ്മൾ ഫുൾ മാറ്റാണ്. ഇതിനകത്ത് നമ്മൾ ഗമ്മോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിനകത്ത് വെൽക്രോ വെച്ചാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. പോരാത്തതിന് നമുക്ക് കറക്റ്റ് പോർഷനിൽ നമ്മൾ ഹോള് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് കമ്പനി OEM മാറ്റിൻ്റെ സെയിം മെഷർമെൻറ്റിലാണ് വരുന്നത്. കമ്പനി മാറ്റിൻ്റെ മുകളിലാണ് ഈ ഒരു മാറ്റ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ തിക്നെസ് ഉണ്ടോ, നല്ല കട്ടി, അതേപോലെ നല്ല ക്വാളിറ്റി ഉണ്ട്. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ സബ് വൂഫർ. ഇതാണ് നമ്മളെ JBLൻ്റെ S1 സീരീസിൽ വരുന്ന സബ് വൂഫർ. മെയ്ഡ് ഇൻ ചീന. കണ്ട, ചൈന കണ്ട എഴുതിയുന്നുണ്ട്. ചൈന പ്രോഡക്റ്റ് ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പം ഈ JBLൻ്റെ ഒക്കെ ഒറിജിനൽ പ്രോഡക്റ്റ് എല്ലാം PRC അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 8 ഇഞ്ച് സബ് വൂഫറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ബാക്കി നമ്മുടെ JBLൻ്റെ സ്പീക്കർ ഫുൾ റേഞ്ചും മിഡ് ബാസ്, മിഡ് റേഞ്ച്, അതേപോലെ ട്യൂട്ടർ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് പില്ലറിലും അതേ ഫ്രണ്ട് ഡോറിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഫുൾ റേഞ്ച് മാത്രമാണ് ബാക്ക് ഡോറിൽ വന്നിരിക്കുന്നത് കേട്ടോ. ആണല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഫുൾ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഡോർ ഡാമ്പിങ് ഉണ്ട്. ഡോർ ഡാമ്പിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അതുകൂടെ കഴിഞ്ഞു. ബാക്കി എല്ലാം കൂടെ സെറ്റ് ആക്കിയിട്ട് വണ്ടി നമുക്ക് നെക്സ്റ്റ് ഡേ ഡെലിവറി ചെയ്യണം. നമ്മൾ 2 ലെയർ ഡാമ്പിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഡോറ് ഫുള്ള് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡോറ് നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ കേട്ടോ. ഒറ്റ ഡോറ് അല്ലേ, ഈ ഒറ്റ ഡോറും കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ കംപ്ലീറ്റ് വർക്കും നമുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിക് പരമായിട്ടുള്ള അല്ലാതെ നോർമൽ എല്ലാ വർക്കും കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഡ്യൂൾ ടിപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. ഹൈബ്രിഡ് ആയതുകൊണ്ട് നമുക്കത് ഡയറക്റ്റ് ബാറ്ററി ഊരി നമുക്ക് മെഗോൾഡ് അടിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇതിനകത്ത് ഹൈബ്രിഡിൻ്റെ ബാറ്ററി ഫ്യൂസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതും കൂടെ ഉള്ളൂ ഇതിനകത്ത് പെൻഡിങ്. പിന്നെ നമുക്ക് സ്വിച്ച് വയ്ക്കാനായിട്ടുണ്ട്, അതായത് ബ്രൈറ്റിനായിട്ടുള്ള ഫോഗ് ലാമ്പിൻ്റെ ബ്രൈറ്റിൻ്റെ സ്വിച്ച് വയ്ക്കാനുണ്ട്. അത് നമുക്ക് ഈ ഒരു പോർഷൻ തന്നെയാണ് ഈ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 2 ലെയർ ഡാമ്പിങ് നെക്കാൻ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് വയർ കാര്യങ്ങളെല്ലാം വെളിയിൽ കൂടെ തന്നെ ഇട്ടിരിക്കുന്നത്. എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഗ്ലാസ്സിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഗ്ലാസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ ഹോൾഡറിൻ്റെ അവിടെ കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡാമ്പിങ് ചെയ്യാൻ നേരത്ത് നമ്മൾ വയർ വെളിയിൽ കൂടെ ഇട്ട് ചെയ്യണമെന്ന് പറയുന്ന മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡാമ്പിങ് ഫുള്ള് നമ്മൾ പൊളിക്കേണ്ടി വരും. അങ്ങനെ പൊളിച്ച് ചെയ്യാൻ നേരത്ത് വീണ്ടും നമുക്ക് നഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഡാമ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഈ ഒരു ഡോറും കൂടെ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഫിനിഷിംഗ് വീഡിയോ ആയിരിക്കും ഇനി ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ. അതിനുള്ള ഹൈക്രോസിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് കേട്ടോ. ഫുള്ള് ബ്ലാക്ക് ടോണിലോട്ട് പോയ വെയിറ്റിനകത്ത് ഒരു ഏറ്റവും വലിയ ലുക്ക് എന്ന് പറയാനുള്ളത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ട്രൈ കളർ 150 വാട്ട്സിന് ഹൈയും ലോയും വർക്ക് ആവുന്ന ഒരു ഫോഗ് ലാമ്പ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കമ്പനി ഇൻബിൽറ്റ് ആണ്. ഇതിനകത്ത് DR-ലും അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും വരുന്നത്. DR-ലും നമുക്ക് നൈറ്റ് ടൈമിൽ ഓഫ് ആയിരുന്നു, ഡേ ടൈമിലാണ് DR വർക്ക് ആവുന്നത്. അതാണ് DR-ന്റെ ഫുൾ ഫോം, ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് എന്നാണ് DR-ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്രോസ് അതേപോലെ തന്നെ ഹൈലക്സ് ഇങ്ങനെയുള്ള വെഹിക്കിൾസിലൊക്കെ ടൊയോട്ട കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു DR-ല് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവുന്ന രീതിയാണ്. അങ്ങനെ ഒരുപാട് കസ്റ്റമർ വിളിച്ചോടത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ DR-ല് വർക്ക് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസടെക്സും അങ്ങനെയുള്ള വേരിയന്റ് ഉണ്ട്, ഹൈലൈറ്റ് വേരിയന്റുകളിൽ മാത്രമാണ് ആ ഒരു ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്ക് ഫുൾ ടൈം ആയിരിക്കും നമ്മൾ ഡെയിലി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു 8 ഇയർ പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ്. പക്ക നീറ്റ് ആൻഡ് ഫിനിഷിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. 8 വർഷം തന്നെ വാറണ്ടി വരുന്നത്. അത് മാത്രമല്ല നമ്മളെ ഇതിനകത്ത് നമുക്ക് ഒരു പീസാണ് ഡാമേജ് ആയിട്ട് നമ്മൾ അത് മാത്രമായിട്ട് നമ്മൾ വാറണ്ടി ക്ലെയിം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പോരാതെ തന്നെ ഇതിന് ചെയ്തിരിക്കുന്ന വേറൊരു വർക്ക് അലൂമിനിയം പ്രൂഫൈൽ വരുന്നുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നത് എംടെക്കിന്റെ ഡബിൾ സൈഡ് സ്റ്റിക്ക് ചെയ്യുന്ന പ്രൂഫൈലാണ്. ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലൂമിനിയം പ്രൂഫൈലാണ്. പെൻഡിയർ അതേപോലെ തന്നെ ക്രോസ് ബാർ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പേടിച്ച് വെച്ച് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു പ്രോഡക്റ്റാണ് അലൂമിനിയം പ്രൂഫൈൽ കേട്ടോ. ഇത് നമുക്ക് സ്ക്രൂ ആണെങ്കിൽ പക്ഷെ ഇത് ഒരിക്കലും മോടി തോന്നിട്ടല്ല. ഇടയിലുള്ള ഗ്യാപ്പിൽ ഇതിന്റെ ക്ലാമ്പ് വന്ന് ടൈറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരിക്കലും മോടി തുറന്നല്ല ഈ ഒരു പ്രോഡക്റ്റ് ഫിറ്റ്മെന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഒരു 300 kg മോൾഡ് ചെയ്യാൻ കമ്പനി അവകാശപ്പെടുന്ന ഒരു ഫിക്സ്റ്റപ്പാണ് നൽകുക. എംടെക് ബ്രാൻഡിന്റെ ഫിക്സ്റ്റപ്പാണ്
എന്താ ക്ലാരിറ്റി ബൂസ്റ്റ് സ്റ്റെപ്പ് ഏകദേശം 300 കിലോളം ഹോൾഡിംഗ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് എഴുതിയ 2 ലെയർ ഡാമ്പിംഗ് ടെക്നോളജി 2 ലെയർ ഡാമ്പിംഗ് ഈ ഒരു വെഹിക്കിളിനകത്ത്. കാര്യം വെച്ചാൽ നമ്മുടെ ഹൈക്രോസ് അങ്ങനെയുള്ള വെഹിക്കിൾസിലൊക്കെ ഡോർ വെയിറ്റ് വളരെ കുറവാണ്. അപ്പൊ ഡോർ അടയ്ക്കാനൊക്കെ കസ്റ്റമർ നല്ല ഒരു വലിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല നമുക്ക് ഡാമ്പിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു യൂസ് കൂടെ ഉണ്ട്. വെളിയിൽ നോയിസ് ഒരുപാട് കുറയും, അതേപോലെ തന്നെ പുറത്തുള്ള ഹീറ്റ് കുറയും, അതേപോലെ തന്നെ അകത്തുള്ള കുറെ ഐറ്റംസ്, പിന്നെ വോയിസ് ക്വാളിറ്റി, അതായത് സോങ്സിനായിട്ടുള്ള സ്പീക്കറിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇച്ചിരി ഇമ്പ്രൂവ്. ഓരോരുത്തരും ഡോർ അടയ്ക്കാനൊക്കെ ജസ്റ്റ് അത്രയും വെയിറ്റ് ഉള്ള ഡോർ പെട്ടെന്ന് ക്ലോസ് ആവുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ ഇന്റീരിയറിലാണ്. ഒരു MLF ഫ്ലോർ മാറ്റ്, ഫുൾ ഫ്ലോർ മാറ്റാണ്. വിലയിലല്ല, നമ്മളെ സ്റ്റോക്ക് മാറ്റിന്റെ പുറത്ത് ആഡ് ചെയ്യുന്ന റീപ്ലേസ്മെന്റ് മാറ്റാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന MLF ഫ്ലോർ മാറ്റ്. പിന്നെ അതിനകത്തൂടെ നമ്മളൊരു ഫറോ എന്ന് പറയുന്ന പ്രീമിയം ബ്രാൻഡിന്റെ ഒരു മാറ്റ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അതുകൂടെ കാണാം. അപ്പൊ നമ്മൾ വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്ന വർക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മളൊരു ഫറോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്രീമിയം ക്വാളിറ്റി മാറ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പീസ് മാറ്റ് ആണ്. ഈ ഒരു മാറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ ആയിട്ട് മാച്ച് ആയി പോണ രീതിയിലുള്ള സെയിം കളർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിന്റെ അടിയിൽ നമ്മളൊരു MLF ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. 1 ഇയർ വാറന്റി വരുന്ന സ്റ്റോക്ക് മാറ്റിന്റെ പുറത്താണ് ആഡ് ചെയ്യുന്നത്. ഇതിനകത്ത് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പോരാത്തതിന് നമ്മൾ വിനയിലാണ് ഗം ഒഴിച്ചിട്ടല്ല ഇത് ആഡ് ചെയ്യുന്ന വെൽക്രോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് വെച്ചാണ് ഇതിനെ സ്റ്റിക്ക് ചെയ്യുന്നത്. ഈ ഒരു മാറ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റ് ഇപ്പോൾ സർവീസിന് എടുത്ത് മിസ്സായി അല്ലെങ്കിൽ നമ്മളതിന് ഡാമേജ് ആയെങ്കിൽ നമുക്ക് ഈ ഒരു പീസ് മാറ്റ് മാത്രമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് കേട്ടോ ഈ മാറ്റിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഡിക്കി മാറ്റ് കാര്യങ്ങളൊന്നും ഇതിന്റെ കൂടെ വരുന്നില്ല. ഡിക്കി വേണമെന്നുള്ള ഒരു GFX അങ്ങനെയുള്ള ബ്രാൻഡുകളിലേക്ക് പോവുക. അപ്പൊ നമ്മൾ ഈ വണ്ടിക്കകത്ത് ചെയ്യുന്ന ഒരു സേഫ്റ്റി ഫീച്ചറിന് വേണ്ടി നമ്മൾ എല്ലാവരും ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഡാഷ് ക്യാം. ഇത് ഓൺകോണിന്റെ ഡാഷ് ക്യാം ആണ്. നമ്മൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ആണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ വിഷൻ എന്ന് വെച്ചാൽ ബാക്ക് ക്യാമിന്റെ വിഷലാണ്, കണ്ടില്ലേ? അപ്പൊ നമ്മൾ 2 വ്യക്തികൾ അങ്ങോട്ടും നടക്കുന്നുണ്ട്. നമ്മൾ ബാക്കിൽ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ഞാൻ കാണിച്ചുതരാം. ഫ്രണ്ട് വ്യൂ ഇതാണ് ഫ്രണ്ട് വ്യൂ കേട്ടോ. അപ്പൊ ഫ്രണ്ട് വ്യൂവിൽ നമ്മളൊരു ക്യാമറയുടെ ചുറ്റിലൊരു കവർ ഇട്ടിട്ടുണ്ട്. അത് ഇളക്കി മാറ്റാനുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്ലറായിട്ട് കിടക്കുന്നത്. അത് നമുക്ക് ഇളക്കി മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. അത് എന്തായാലും വീഡിയോയിൽ ഇനി ഉൾപ്പെടുത്താൻ പറ്റില്ല. പോരാത്തതിന് നമുക്ക് ഇതിനകത്ത് റെക്കോർഡിംഗ് ഇമ്പിൾട്ട് നമുക്കൊരു 128 GB SD കാർഡ് ഇതിന്റെ കൂടെ വരുന്നതുകൊണ്ട് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിം ഇട്ടും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈക്രോസിന്റെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ കണ്ട് ബാക്ക് പോർഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പോയിലർ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിജി ബാറ്ററി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് നമ്മളൊരു അക്വാ പോയിന്റിന്റെ ഒരു ഡുവൽ ടിപ്പ് എക്സോസ്റ്റ് സ്റ്റോപ്പ് പൈപ്പാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അത് പെട്രോൾ വണ്ടിയാണ്. ഇതിനകത്ത് എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ എക്സോസ്റ്റ് അല്ല. ഇത് നമുക്കൊരു സ്റ്റോ ടിപ്പാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഡുവൽ ടിപ്പിന്റെ എക്സ്ട്രാ പോയിന്റ് കാർബൺ ഫൈബർ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടോ. അപ്പൊ ബാക്കിലേക്ക് തിരിഞ്ഞ വർക്ക് വെച്ചാൽ സ്പോയിലർ, ഡിക്കി പാഡ്, അത് മാത്രമല്ല നമ്മുടെ അക്രാപ്പോക്കിന്റെ ഡുവൽ ടിപ്പ്. അപ്പൊ ഇത്രയും വർക്കാണ് ഈ ഒരു വെഹിക്കിളിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കിട്ടും.